നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 2024 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കാണാം. ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു A+ ഗ്രേഡ് ഷുവറാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. എക്സാമിൻ്റെ ടൈമിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പൊ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് വരുന്നത് നോക്കാം. ആദ്യം 10 ഔട്ട് ഓഫ് ഏതാണ് 8 ആണ് എഴുതേണ്ടത് അല്ലേ. ഔട്ട് ഓഫ് 10 10 തന്നിട്ടുണ്ട്, അതിൽ 8. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കതിൽ ചോയ്സ് ഉണ്ട്. കോൾ ഓഫ് ടൈമിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക ഏത് 8 ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മാക്രോ ഇക്കണോമിക്സ് എമേർജ്ഡ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക്. ഏത് ബുക്ക് പബ്ലിഷ് ചെയ്തതോടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കെയ്നിസിന്റെ ജനറൽ തിയറി പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ് മാക്രോ ഇക്കണോമിക്സ് ഉണ്ടായത് അല്ലെ. കെയ്നിസിന്റെ പുസ്തകം ജനറൽ തിയറിയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, GNP മൈനസ് ഡിപ്രിസിയേഷൻ ഈസ്. ഏത് ഗ്രോസ് പ്രോഡക്റ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ ഏതാണ് കിട്ടുന്നത്? അതിന്റെ നെറ്റ് പ്രോഡക്റ്റ് ആണ് അല്ലെ. അപ്പോൾ GNP മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? NNP ആണ്. GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ഗ്രോസിന്റെ അടുക്ക് നെറ്റ് ചേർത്ത നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് NNP എന്നാണ് അല്ലെ. ദെൻ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ ഗുഡ്സ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന കമോഡിറ്റിയാണ് നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ ഗുഡ്സ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ് വെൻ. എപ്പോഴാണ് റൈറ്റ് വേർഡ് പോകുന്നത് എന്നാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെന്താണ് രണ്ടാമത്? പോപ്പുലേഷൻ ഇൻക്രീസസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതൊന്നും അല്ല അല്ലേ. അപ്പൊ ഷിഫ്റ്റിംഗ് എന്ന് പറയും, ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ അതർ ദാൻ പ്രൈസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്കിവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന്റെ പെർ യൂണിറ്റ് കോസ്റ്റിനെ എന്താണ് വിളിക്കുന്നത്? എല്ലാ പെർ യൂണിറ്റ് കോസ്റ്റും അതിന്റെ ആവറേജ് ആയിരിക്കും അല്ലേ. അല്ലെ എന്തിന്റെയും പെർ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആവറേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ആവറേജ് കോസ്റ്റിനെയാണ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണെന്നാണ്. മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഫാക്ടർ കോസ്റ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുമ്പോഴാണ്? മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്, NIT ആണ് മാർക്കറ്റ് പ്രൈസ്. ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് എന്താണ്? മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഫാക്ടർ കോസ്റ്റ് മൈനസ് ചെയ്താലാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇവിടെ എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഇംപ്ലൈസ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഫാക്ടർ കോസ്റ്റിനോട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്താൽ അതിന്റെ GDP ആണെങ്കിലും GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും, GNP ആണെങ്കിലും GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഓക്കെ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന പോയിന്റ് ഏതാണെന്നാണ്. ഏതാണ് നോർമൽ പ്രോഫിറ്റ് മാത്രം കിട്ടുന്നത്? നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിന്റിലാണ് അല്ലെ. അതായത് TC ഈസ് ഈക്വൽ ടു TR. എന്താണ്? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന നിലയിലുള്ള പ്രോഫിറ്റ് മാത്രം വരും. അതുകൊണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റിലാണ് വരുന്നത് നോർമൽ പ്രോഫിറ്റ് മാത്രം കിട്ടുന്നത്. അപ്പോൾ ഇനി മലയാളം ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം നമുക്ക് സെവൻത് ക്വസ്റ്റ്യൻ, ഇഫ് ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് 10%, വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ വിൽ ബി. എന്തായിരിക്കും 10% ആണെങ്കിൽ? 10% എന്ന് പറഞ്ഞാൽ 10/100 എന്നാണ്. 10/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1 ആണ് അല്ലേ. 0.1. അപ്പോൾ 1/CRR ആണ്. അപ്പോൾ എന്താണ് വരിക? 1 ക്യാഷ് റിസർവ് റേഷ്യോ ആണ് സാധാരണയായിട്ട്
നമ്മൾ മണി മൾട്ടിപ്ലയറിന്റെ ഷോർട്ടസ്റ്റ് ഫോർമുല ആയിട്ട് വരുന്നത്. അപ്പോൾ 1/0.1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 വരും അല്ലേ? അപ്പോൾ മണി മൾട്ടിപ്ലയർ 10 ആയിരിക്കും. ഇനി മണി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ, അങ്ങനെയൊക്കെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലേ? പിന്നെ ഉള്ളത് ബോത്തും രണ്ടും. അപ്പോൾ ഇതിൽ രണ്ട് എയും ബിയും ശരിയായതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി ആണ്, മാറിപ്പോകരുത്. ദെൻ നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ, സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്താണ്? അപ്പോൾ സ്ലോപ്പ് എന്ന് കാണുമ്പോൾ ചാടി -P1/P2 എഴുതരുത്, അത് പർട്ടിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് ആണ് അല്ലേ? അപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, MRS ആണ്. ഓക്കെ. ദെൻ 10th ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? X-M എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്? ബാലൻസ് ഓഫ് ട്രേഡ് ആണ് അല്ലേ? ട്രേഡിന്റെ ബാലൻസ്, ട്രേഡ് ബാലൻസ് നമ്മൾ BOTയും DOPയും പഠിച്ചിട്ടുണ്ട്. അതിൽ ട്രേഡ് ബാലൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ബാലൻസ് ആയിട്ട് ബാലൻസ് ഓഫ് ട്രേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. നെയിം ദ സ്ലോപ്പ് ഓഫ് PPT. അപ്പൊ നമുക്കറിയാം എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് two commodities that can be produced by an economy with its limited resources and given technology. തന്നിരിക്കുന്ന സാങ്കേതിക വിദ്യയും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാവുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത സംയോഗ ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന രേഖാചിത്രം എന്നാണ് നമ്മൾ PPTയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പിനെ എന്താണ് വിളിക്കുന്നത്? സ്ലോപ്പ് ഓഫ് PPT എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അല്ലേ? സ്ലോപ്പ് MOC ആണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് എന്ന് വിളിക്കുന്നത്. നെയിം ഓഫ് ദ സ്ലോപ്പ് ഓഫ് PPT എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ഹൗ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് സപ്ലൈ കർവ് ഓഫ് എ ഫേം. അതായത് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യൂണിറ്റ് പ്രൈസ്, പിന്നെ യൂണിറ്റ് ടാക്സ്, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ടെക്നോളജി, ഇതൊക്കെയാണ് ഇൻപുട്ട് പ്രൈസസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ വരുന്ന മാറ്റം അനുസരിച്ച് സപ്ലൈ മാർക്കറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. സപ്ലൈ റൈറ്റ് വേർഡ് പോകും, റൈറ്റ് വേർഡ്. ഇനി റൈസ് ഇൻ ഇൻപുട്ട് പ്രൈസ്. ഇൻപുട്ട് പ്രൈസ് കൂടുമ്പോഴെന്താണ് സംഭവിക്കുക? നമുക്കറിയാം എന്താണ് ഇൻപുട്ട് പ്രൈസസ് കൂടുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളെ വാങ്ങാൻ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ സപ്ലൈ എന്ത് സംഭവിക്കും? സപ്ലൈ ലെഫ്റ്റ് പോകും. സപ്ലൈ ഓഫ് എ പ്രോഡക്റ്റ് ഷിഫ്റ്റ്സ് ലെഫ്റ്റ് പോകും. ഓക്കെ, 2 മാർക്കാണ്. അപ്പോൾ ഇനി നമുക്ക് 13ാമത്തെ 13th ക്വസ്റ്റ്യൻ നോക്കാം. മലയാളം നിങ്ങൾ നോക്കിയെടുക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ 4 മേജർ മാക്രോ ഇക്കണോമിക് സെക്ടേഴ്സ് ഇൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ മാക്രോ ഇക്കണോമിക്സ് പഠിക്കുന്നതാണ്. ഹൗസ് ഹോൾഡ് സെക്ടർ, ബിസിനസ് സെക്ടർ, ഗവൺമെന്റ്, പിന്നെ ഏതാണ്? എക്സ്റ്റേണൽ സെക്ടർ അല്ലേ? എക്സ്റ്റേണൽ സെക്ടർ. 4 സെക്ടറുകളാണ് ഉള്ളത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് വേരിയബിൾസ് വിത്ത് 1 സ്റ്റോക്കും ആൻഡ് ഫ്ലോ വേരിയബിൾസ് വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. ഓരോന്നിനും 2 എക്സാമ്പിൾസ്. പ്രത്യേകം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എക്സാമ്പിളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ നേരെ പകുതി മാർക്കാണ് പോവാം. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് സ്റ്റോക്ക് വേരിയബിൾ. ഒരു നിശ്ചിത സമയം നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റുന്നപ്പോൾ 31st മാർച്ച് 2024 അങ്ങനെ ഒരു കറക്റ്റ് ടൈം പറഞ്ഞ് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതിനെ നമ്മൾ ഇത് വിളിക്കും? സ്റ്റോക്ക് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഇഷ്ടംപോലെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചാണ്. വാട്ടർ യൂണിറ്റ് ആണ് എക്സാമ്പിൾ.
ഇനി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ എന്ന് പറയുന്നത്, ഫ്ലോയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്ത് എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. മെഷേർഡ് അറ്റ് എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവ് മെഷർ ചെയ്തുകൊണ്ട് വരുന്ന ഇതാണ് ഫ്ലോ എന്ന് പറയുന്നത്. ഫ്ലോയുടെ എക്സാമ്പിൾ എന്താണ്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് ടാങ്കിലെ വെള്ളമാണ് എന്തായിട്ട് പറഞ്ഞത്? സ്റ്റോക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പൈപ്പിലൂടെ വരുന്ന വാട്ടർ ഫ്ലോയിങ് ത്രൂ എ ടാപ്പ് ഇൻ ഫ്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആനുവൽ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റൽ ബോഡിയുടെ വരവ് ചെലവുകളെ കുറിച്ചുള്ള ഒരു സാമ്പത്തിക വർഷത്തെ കണക്ക് അവതരിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? ആനുവൽ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന, വാർഷിക പ്രസ്താവന. ഗവൺമെന്റൽ ബോഡിയുടെ ഗവൺമെന്റിന്റെ ഒരു സാമ്പത്തിക വർഷത്തെ വരവ് ചെലവുകളെ കുറിച്ചുള്ള പ്രസ്താവനയാണ് ബഡ്ജറ്റ്. ഓക്കെ, ഇനി നമുക്ക് മാച്ച് എ കോളം വിത്ത് ബി ആൻഡ് സി ആണ്. അപ്പോൾ 3 എണ്ണം നമ്മൾ തെറ്റാതെ ചെയ്യണം. ഫസ്റ്റ് മൈക്രോ ഇക്കണോമിക്സ് ആണ് അല്ലെ? മൈക്രോ ഇക്കണോമിക്സിന് ഏതാണ് ബിയിൽ? അതിന്റെ നേരെയുള്ള റൈറ്റിംഗ് ഓഫ് എ ഫേം, ഒരു ഫേമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സ്. അപ്പോൾ ഒന്നാമത്തേത് ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ ഏത് വരും? പ്രൈസ്. നെക്സ്റ്റ് അടുത്ത എന്താണ്? ഒരു സാലറി ഓഫ് എ വർക്കർ, ഒരു വർക്കറുടെ സാലറി എന്ന് പറയുന്നതും മൈക്രോ ഇക്കണോമിക്സുമായിട്ട് വരുന്നതാണ്. ഇനി മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? മാക്രോ ഇക്കണോമിക്സിനെ കണക്ട് ചെയ്യുന്നത് സെക്കൻഡ് കോളത്തിൽ ഇൻഫ്ലേഷനുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ എന്താണ് അടുത്തത്? പെർ ക്യാപിറ്റ ഇൻകം ആണ് അല്ലെ? മാക്രോ ഇക്കണോമിക്സ് നമ്മൾ പിന്നെ പഠിക്കുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം ഒക്കെ നമ്മൾ മാക്രോ ഇക്കണോമിക്സിലാണ് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കൂ, നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കണോമിക്സ് ദാറ്റ് ഡീൽ വിത്ത് വാട്ട് ഓട്ട് ടു ബി, എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് പറയുന്ന ഇക്കണോമിക്സ് ആണ് നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഡിസൈറബിലിറ്റി കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഡിസൈറബിലിറ്റി കാണിക്കുന്നത്, ഒരു മെക്കാനിസത്തിന്റെ ഡിസൈറബിലിറ്റി പഠിക്കുന്നത് എന്താണ്? നോർമാറ്റീവ് ഇക്കണോമിക്സിലാണ്. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന് 3 മാർക്കാണ്. Name the term used to denote the power of the commodity to subsidy എന്നാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡൗട്ട് വരുമ്പോൾ അതിന്റെ മലയാളം വേർഷൻ കൂടെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം. സബ്സിഡി അല്ല, സാറ്റിസ്ഫൈ ആണ് അതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സാറ്റിസ്ഫൈ, സാക്ഷാത്കരിക്കുക അല്ലെ, സംതൃപ്തിപ്പെടുത്തുക എന്നാണ് അല്ലെ? അപ്പോൾ ഒരു ആളുടെ, ഒരു കൺസ്യൂമറുടെ അല്ലെങ്കിൽ സാധനങ്ങളുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ യൂട്ടിലിറ്റി എന്ന് വിളിക്കും അല്ലെ? യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ യൂട്ടിലിറ്റിയുടെ 2 പ്രത്യേകതകൾ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഫീച്ചേഴ്സ്, ഒന്നാമത്തെ ഫീച്ചേഴ്സ് ഇറ്റ് ഈസ് അഡിക്റ്റീവ്, അത് കൂട്ടി എടുക്കാൻ പറ്റുന്നതാണ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി കാണുന്നത് അല്ലെ? കൂട്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? യൂട്ടിലിറ്റി ഡിക്രീസസ്. അതെന്ത് ചെയ്യുന്നു? ഡിക്രീസസ് when we consume more and more units. ഒരേ സാധനത്തിന്റെ കൂടുതൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് കുറയും. മോർ ആൻഡ് മോർ യൂണിറ്റ്. ഒരു സാധനത്തിന്റെ തന്നെ കൂടുതൽ യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഡിക്രീസസ്, യൂട്ടിലിറ്റി ഡിക്രീസസ് when we consume more and more units of same commodity. ഒരേ കമ്മോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റുകൾ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? AR and MR, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ AR and MR എന്നാണ് അല്ലെ? എന്താണ് ആവറേജ് പ്രൈസ്, ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും എന്നാണ്. ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് അറിയാം, പെർ യൂണിറ്റ് ഓഫ് ടോട്ടൽ റവന്യൂ ആണ് അല്ലെ? ആവറേജ് റവന്യൂ ഈസ് ഡിഫൈൻഡ് ആസ് പെർ യൂണിറ്റ് ഓഫ് ടോട്ടൽ റവന്യൂ. അതേസമയം മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ റവന്യൂ ഇസ് ദ നെറ്റ് അഡീഷൻ ടു ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂവിന് സംഭവിക്കുന്ന
നെറ്റ് അഡീഷൻ, അതായത് കൂടുതലോ കുറവോ ടോട്ടൽ റവന്യൂവിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. അതേസമയം ടോട്ടൽ റവന്യൂവിന്റെ പെർ യൂണിറ്റ് ആണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രൂവ് എ ആർ ഈസ് ഈക്വൽ ടു പി എന്നാണ്. പ്രൈസും എ ആറും വൺ ആൻഡ് ദ സെയിം ആണെന്ന് പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം എന്താണ് പ്രൂവ് ചെയ്യാൻ എന്താ ഉള്ളത്. എ ആർ എന്ന് പറയുന്നത് എന്താണ്, എ ആർ ഈസ് ഈക്വൽ ടു ടി ആർ ബൈ ക്യൂ ആണ് അല്ലെ. അതേസമയം ടി ആർ എന്ന് പറയുന്നത് എന്താണ്, ടി ആർ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ. ടി ആർ കാണുന്നത് പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, therefore എ ആർ ഈസ് ഈക്വൽ ടു എന്താണ് കൊടുക്കുക, പി ഇൻറ്റു ക്യൂ ബൈ ക്യൂ ആണ് അല്ലെ. അപ്പോൾ ഈ മുകളിലത്തെ ക്യൂവും താഴത്തെ ക്യൂവും കൂടെ കട്ട് ചെയ്ത് പോയാൽ എ ആർ ഈസ് ഈക്വൽ ടു പ്രൈസ് കിട്ടും. ക്ലിയർ ആയല്ലോ. അതാണ് എ ആർ ആൻഡ് പി ആർ വൺ ആൻഡ് ദ സെയിം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്, ഡ്രോ സർക്കുലർ ഫ്ലോ ഓഫ് ടു സെക്ടർ മോഡൽ. ടു സെക്ടർ മോഡലിന്റെ സർക്കുലർ ഫ്ലോ വരയ്ക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇപ്പൊ നമ്മൾ വരച്ച് സമയം കളയുന്നില്ല. എന്താണ് രണ്ട് സെക്ടറുകൾ ഏതൊക്കെയാ, ഹൗസ് ഹോൾഡ് സെക്ടറും രണ്ടാമത്തേത് ബിസിനസ് സെക്ടറും. ഇതിന്റെ ക്ലാസ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ സർക്കുലർ ഫ്ലോ മോഡൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ടേക്ക് പോകുന്നു, ഇതിലേക്ക് വരുന്നു. അപ്പൊ ഇതിന്റെ അഡീഷൻ പിന്നെ മുകളിൽ ആരോ മാർക്കൊക്കെ കറക്റ്റ് ആയിട്ട് ഇടണം. തിരിച്ചു വരുന്നു, പോകുന്നു, എല്ലാം കറക്റ്റ് മെഷർ ചെയ്ത് ഇടണം. അതാണ് പിന്നെ ടു സെക്ടറിൽ രണ്ട് സെക്ടറുകൾ, ഹൗസ് ഹോൾഡ് സെക്ടറും ബിസിനസ് സെക്ടറും, രണ്ട് ഫ്ലോ, റിയൽ ഫ്ലോയും മണി ഫ്ലോയും, അതേപോലെ രണ്ട് മാർക്കറ്റ്, മണി മാർക്കറ്റും കമോഡിറ്റി മാർക്കറ്റും. മറക്കാതെ മാർക്ക് ചെയ്യുള്ളൂ അല്ലേ. ഇനി വാട്ട് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ എന്നാൽ എന്താണ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ഈസ് കോൾഡ് കൺസംഷൻ ഫംഗ്ഷൻ എന്നാണ് നമുക്ക് പറയുന്നത് അല്ലേ. റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. അപ്പോൾ പി ബൈ വൈ ഇതിനെയാണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. From the following equation of consumption function C is equal to C bar plus CY എന്ന് തന്നിട്ടുണ്ട്. അതിൽ C എന്ന് പറയുന്നത് എന്താണ്, C bar എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോണമസ് കൺസംഷൻ. അത് രണ്ടും ഐഡന്റിഫൈ ചെയ്യാനാണ് അല്ലേ. അപ്പൊ ഓട്ടോണമസ് കൺസംഷൻ. സി സ്മോൾ ലെറ്റർ സി എന്ന് പറയുന്നത് എന്താണ്, MPC ആണ് അല്ലേ. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് ഏത്, സ്മോൾ ലെറ്റർ സി എന്ന് പറയുന്നത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കി നമുക്ക് നോക്കാം. 21st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്, കൺസ്യൂമർ ബോട്ട് 5 kg ഓഫ് ഒനിയൻ അറ്റ് എ പ്രൈസ് ഓഫ് 30 kg അല്ലേ. ബട്ട് വെൻ ദ പ്രൈസ് ഇൻക്രീസ്ഡ് ടു 40 rupees he bought only 2 kg. Calculate price elasticity of demand. Price elasticity of demand EC എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ്. ഇപ്പോൾ 30 രൂപയിൽ നിന്നും 40 രൂപയായി എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് മാറ്റം വന്നത്, മാറ്റം വന്നത് 10 രൂപയാണ് അല്ലേ. 10 രൂപയാണ് ഡെൽറ്റ പി. ഇനി ക്വാണ്ടിറ്റിയിൽ വന്ന മാറ്റം എത്രയാണ്, ക്വാണ്ടിറ്റിയിൽ വന്നിരിക്കുന്നത് ആദ്യം 5 കിലോ വാങ്ങിയെടുത്ത് 40 രൂപയായപ്പോൾ എത്ര കിലോ വാങ്ങി, 2 കിലോ. അപ്പൊ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്താണ്, 3 ആണല്ലേ. അപ്പോൾ മൈനസ് ഓഫ് എന്നാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരും, നെക്സ്റ്റ് പി ബൈ ക്യൂ ആണല്ലേ. പി എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ പ്രൈസ് ആണ് പി എന്ന് പറയുന്നത്, ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പി ബൈ ക്യൂ എന്ന് പറയുമ്പോൾ 30/5. എങ്ങനെ വരിക, കട്ട് ചെയ്യണം അല്ലേ. എങ്ങനെ കട്ട് ചെയ്യും, ഏതൊക്കെയാ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നോക്കി. 10നെയും നമുക്കിവിടെ 5നെയും 30നെയും കട്ട് ചെയ്യാം അല്ലേ. 1/5 ഇവിടെ 6 അല്ലേ. 6
5 ആർ 30 എന്ന് കൊടുക്കാം. ഇവിടെ എന്ത് വരും? 3 6 ആർ 18. 18 by 10 എന്നാണ് വരിക അല്ലേ? 18 by 10 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 18 by 10 എന്ന് പറയുമ്പോൾ 1.8 ആണ് ET എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? Name any two factors affecting elasticity of demand for a good. ഒരു കമ്മോഡിറ്റിയുടെ ഇലാസ്റ്റിസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത്തേത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സാധനത്തിന്റെ നേച്ചർ ഓഫ് കമ്മോഡിറ്റി. നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് അത് നോർമൽ കമ്മോഡിറ്റി ആണോ അതോ ലക്ഷറിയസ് കമ്മോഡിറ്റി ആണോ, അതൊക്കെയാണ് കമ്മോഡിറ്റി. ഇനി രണ്ടാമത്തേത് യൂസസ് അല്ലെ, ഏതൊക്കെ പർപ്പസിന് മൾട്ടി യൂസസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണോ അതോ ഒറ്റ സിംഗിൾ യൂസ് ആണോ, ഇതൊക്കെ എന്താണ് നമ്മൾ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നത്. ഇനി കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും എളുപ്പം നിങ്ങൾ ഓർക്കുന്നത് ഏറ്റവും അടുത്ത് വരുന്ന രണ്ടെണ്ണമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് 22nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി 4 ഷോർട്ട് റൺ കോസ്റ്റ് വിത്ത് ഇക്വേഷൻ എന്നാണ് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ടേംസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. എന്താണ് ആദ്യം? എനി 4, അത് ഫസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എഴുതാം അല്ലേ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? TFC പ്ലസ് TVC. ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ആയല്ലേ. ഇനി TC കിട്ടിയാൽ നമുക്ക് എന്ത് കാണാം? AC കാണാലോ. അപ്പോൾ AC എന്ന് പറയുന്നത് എന്താണ്? TC by Q കൊടുത്താൽ മതി. രണ്ടാമത്തെ ഇക്വേഷൻ ആയല്ലോ. ഇനി TFCയിൽ നിന്ന് എന്ത് കാണാം? നമുക്ക് TVC കാണാം. TFCയിൽ നിന്നും AFC കാണാം അല്ലേ. AFC എന്ന് പറഞ്ഞാൽ എന്താണ്? TFC by Q ആണ്. ഇതിൽ തന്നെ എന്താണ്? TVC തന്നിട്ടുണ്ട് അല്ലേ. TVCയിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? ABC കാണാം. ABC എന്ന് പറയുന്നത് എന്താണ്? TVC by Q ആണ്. അപ്പൊ 4 ഇക്വേഷൻ. ഏറ്റവും എളുപ്പം TC എന്നുള്ള ആ ഒരൊറ്റ ടേമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 4 കോസ്റ്റ് ഇക്വേഷനും പഠിക്കുകയും എഴുതുകയും ചെയ്യാം. ഇനി എലൂസിഡേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര ഫീച്ചേഴ്സ് പറയണം? ഇവിടെ നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 4 മാർക്കിന്റെ 4 സ്കോർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം 4 എണ്ണം കിട്ടണം. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ എത്രയാണ് നമ്മൾ തന്നെ പഠിച്ചത് തന്നെ 9 ഫീച്ചേഴ്സ് ഉണ്ടല്ലേ. അതിൽ മിനിമം 4 എണ്ണം എഴുതണം. അപ്പൊ ഏതൊക്കെ ഫീച്ചറാണ് നിങ്ങൾ എഴുതുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ് അല്ലേ. പിന്നെ എന്താണ്? ഹോമോജീനിയസ് പ്രോഡക്റ്റ്, യൂണിഫോം പ്രൈസ്. അതിന്റെ ഡെഫിനിഷനിൽ തന്നെ ഉള്ളത് ചേർത്ത് എഴുതിയാൽ തന്നെ എന്തായി? നമുക്ക് ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ആയി അല്ലേ. യൂണിഫോം പ്രൈസ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ്. പിന്നെ എന്താണ്? പിന്നെ സെല്ലിംഗ് കോസ്റ്റ് ഇല്ല, നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, നോ സെല്ലിംഗ് കോസ്റ്റ്, നോ ഗവൺമെന്റ് കൺട്രോൾ. പിന്നെ എന്താണ്? ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് അല്ലേ. പിന്നെ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള 4 അല്ലെങ്കിൽ ഒരു 6 എഴുതിയേക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ഇൻകം ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം ഇൻകം കാണുകയാണ് വേണ്ടത് അല്ലേ. ഇക്വിലിബ്രിയം ഇൻകം ഓർ ഹൗ ദ ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഡിറ്റർമിൻഡ് ഇക്കോണമി എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് പ്രോബ്ലം ബേസ് ആണ്, ഒന്ന് അതിന്റെ ഡയഗ്രാം ബേസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണ്? ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഫിക്സ്ഡ് അറ്റ് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? AD ഈസ് ഈക്വൽ ടു AS, ആഗ്രിഗേറ്റ് സപ്ലൈ. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്? Y ഈസ് ഈക്വൽ ടു AD എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. AD എന്ന് പറയുന്നത് എന്താണ്? C പ്ലസ് I ആണ്, 2 സെക്ടർ മോഡൽ അല്ലെ. C പ്ലസ് I എന്ന് പറയുന്നത് എന്താണ്? C ബാർ പ്ലസ് I ബാർ ആണ് അല്ലെ. C ബാർ പ്ലസ് I ബാർ എന്ന് പറയുന്നത് എന്താണ്? C ബാർ പ്ലസ് CY പ്ലസ് I ബാർ ആണ് അല്ലെ. അപ്പോൾ I ബാറും C ബാറും ചേർത്ത് എഴുതിയാൽ എന്ത് കിട്ടും നമുക്ക്? AD ഈസ് ഈക്വൽ ടു A ബാർ പ്ലസ്
സി വൈ എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ എ സി എന്ന് പറയുന്നത് എം പി സി ആണല്ലേ. എം പി സി 80% എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 80% എന്ന് പറഞ്ഞാൽ 0.8 ആണല്ലേ. അപ്പൊ ഇതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇവിടെ സ്ലൈഡിൽ ചെയ്തിടാം. അപ്പൊ ഇവിടെ നോക്കാം എങ്ങനെയാണ്. y is equal to AD is equal to A bar. AD is equal to A bar plus CY ആണ്. അപ്പൊ നമുക്ക് ഇതിന് A bar plus CY എന്നുള്ളത് മാറ്റി എഴുതാം. A bar എന്താണ്? A bar ഇവിടെ തന്നിട്ടുണ്ട് 90 ക്രോസ് അല്ലേ. അപ്പൊ 90 പ്ലസ് സി ബാറിന്റെ CY ആണ് അല്ലെ. CY എന്ന് പറയുന്നത് എന്താണ്? 80% ആണ് എം പി സി തന്നിരിക്കുന്നത്. അപ്പൊ എം പി സി 80% എന്ന് പറഞ്ഞാൽ 0.8y ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? y മൈനസ് ഇവിടെ y ഈക്വൽ ടു ആണ് അല്ലെ. അപ്പം y മൈനസ് എന്ത് കൊടുക്കും? ഇവിടെ y മൈനസ് എന്താണ്? ഈ 0.8y ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. y മൈനസ് 0.8y ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും അല്ലെ. അപ്പൊ എന്താണ്? ഇതിനെ നമ്മൾ ഷോർട്ട് ചെയ്താൽ y ഫാക്ടറൈസ് ചെയ്ത് പുറത്തെടുത്താൽ 1 മൈനസ് 0.8 ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? 0.8 1 മൈനസ് എന്ന് പറഞ്ഞാൽ 0.2 ആണ് അല്ലേ. 0.2y ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്താണ്? therefore y ഈസ് ഈക്വൽ ടു എന്താണ്? y ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 0.2 എന്ത് വരും? 4,000 അല്ലേ. അപ്പോൾ ഇതാണ് ഈക്വിലിബ്രിയം ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഈക്വിലിബ്രിയം ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്ന ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നതാണ് അല്ലേ. എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് AS. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് A bar പ്ലസ് CY കൊടുക്കും അല്ലേ. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇതാണ് A bar എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈക്വിലിബ്രിയം ഇൻകം ഫിക്സ് ചെയ്തിട്ടുണ്ട് Y സ്റ്റാർ. അപ്പോൾ ഇതാണ് അതിന്റെ ഡയഗ്രാം. ഓക്കെ. ഇനി നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Distinguish between revenue receipt and capital receipt. Write 2 examples of for revenue and capital receipt ആണ്. എന്താണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഗവൺമെന്റിന് ലയബിലിറ്റി ഇല്ലാതെ ഉണ്ടാക്കാത്ത റിട്ടേൺസിനെയാണ്, ഗവൺമെന്റിലേക്ക് വരുന്ന വരവിനെയാണ് എന്ത് വിളിക്കുന്നത്? റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. റവന്യൂ റെസിപ്റ്റ്സ് ആർ ദോസ് വിച്ച് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലയബിലിറ്റി ഫോർ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് ലയബിലിറ്റികൾ സൃഷ്ടിക്കാത്തതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ the receipts which do not create liability or which do not reduce the assets of government. അതാണ് liability. എന്താണ്? റവന്യൂ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റിന് ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 2 എക്സാമ്പിൾസ്. അപ്പോൾ എന്താണ്? 2 തരം റവന്യൂ റെസിപ്റ്റുകളാണുള്ളത്. ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂ. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് റെസിപ്റ്റ് വിച്ച് ക്രിയേറ്റ് ലയബിലിറ്റി, ഗവൺമെന്റിന് ലയബിലിറ്റി ഉണ്ടാക്കുന്ന റെസിപ്റ്റുകളാണ് ക്യാപിറ്റൽ റെസിപ്റ്റുകൾ. ഏതൊക്കെയാണ് എക്സാമ്പിൾ? നമ്മൾ 3-4 എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബോറോയിങ് ഉണ്ട്, റിക്കവറി ഓഫ് ലോൺസ് ഉണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സ്മോൾ സേവിങ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ എക്സാമ്പിളുകളാണ് അല്ലേ. നമുക്ക് 26th മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. അപ്പം നമുക്ക് ഡയഗ്രാം വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി ക്ലാസ് കാണുക. അപ്പോൾ എന്താണ് ലോ എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ലോ പറയുന്നത് എന്താണ്? അതർ തിങ്സ് റിമൈനിങ് ദ സെയിം അല്ലേ. മറ്റെല്ലാം അവിടെ വ്യക്തമായി അവിടെ വെച്ച് കഴിഞ്ഞാൽ, മാറ്റമില്ലാതെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്? When more and more units of variable factor is added to the constant factors, the total product first increases at an increasing rate,
then increases at a diminishing rate and finally starts falling. അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും 3 സ്റ്റേജുകളിലൂടെ പാസ് ചെയ്യുന്നു. അത് നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് കാണുക. 5 മാർക്കിന് ഡയഗ്രാം വരച്ച് 3 സ്റ്റേജസ് നോക്കിയിട്ട് പഠിക്കാം. ഈ ഒരു പ്രസ്താവന എടുക്കുക. ഓക്കെ, അടുത്തത് എക്സാമിൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ് കണ്ടീഷനുകൾ, മൂന്ന് കണ്ടീഷനുകളാണ് പറയുന്നത് അല്ലേ? ഏതൊക്കെയാണ് 3 കണ്ടീഷൻ? MC is equal to MR ആയിരിക്കണം. രണ്ടാമത്തേത് എന്താണ്? MC നോൺ ഡിക്രീസിങ് ആയിരിക്കണം അല്ലേ? നോൺ ഡിക്രീസിങ്. ഇനി എന്താണ് അടുത്തത്? P greater than or equal to SAVC, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഷോർട്ട് റണ്ണില് ആവറേജ് വേരിയബിൾ കോസ്റ്റിന്. അതേപോലെ P greater than or equal to LRAC, ലോങ് റണ്ണില് LRACയേക്കാളും കൂടുതലോ. ഇനി എന്താണ്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2.5 മാർക്ക് വെച്ചാണ്. എക്സ്പ്ലെയിൻ, ഡയഗ്രാം വെച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക്. അപ്പൊ എങ്ങനെയാണ്? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സപ്ലൈയിൽ വരുന്ന മാറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്തെടുക്കണം? സപ്ലൈ ഡസ് നോട്ട് ചേഞ്ച്, സപ്ലൈക്ക് ചേഞ്ച് ഇല്ലാതെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് എടുക്കുക. രണ്ടാമത്തേത് സപ്ലൈ ഡിക്രീസ്, ഡിമാൻഡിന് മാറ്റമില്ലാതെ സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നതായിട്ടും എടുക്കാം. എന്നിട്ട് എന്താണ് വരുന്നതെന്ന് പറയാൻ വേണ്ടത്. എന്താണ് സംഭവിക്കുന്നത്? ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രാം വരച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് വരിക? നമുക്ക് ഡിമാൻഡ് ഇൻക്രീസസ് ആണ് അല്ലെ? ഔട്ട്പുട്ട് പ്രൈസിനും അതിനും വരുന്ന മാറ്റം നോക്കാം. സപ്ലൈക്ക് മാറ്റമില്ലാത്ത ഡിമാൻഡിന് മാത്രം മാറ്റം വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ സപ്ലൈ കർവ്, ഡിമാൻഡ് കർവ്, സപ്ലൈ ഡിമാൻഡ് അല്ലേ? അപ്പൊ ഡിമാൻഡ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, സപ്ലൈക്ക് മാറ്റമൊന്നുമില്ല. ഡിമാൻഡ് അപ്പോൾ ഇക്വിലിബ്രിയം, ഇനീഷ്യൽ ഇക്വിലിബ്രിയവും ഇത് Q സ്റ്റാർ അല്ലേ? ഇവിടെ Q സ്റ്റാർ, ഇത് P സ്റ്റാർ. അപ്പൊ എന്താണ് വരുന്നത്? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡ് പോകും അല്ലെ? റൈറ്റ് വേർഡ് പോകുമ്പോൾ എന്താണ്? ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്ത് E1 ആവും. E1 ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു അല്ലെ? അപ്പോൾ Q സ്റ്റാർ ഇൻക്രീസ്. പ്രൈസിന് എന്ത് സംഭവിച്ചു? P സ്റ്റാർ ഓൾസോ ഇൻക്രീസ് അല്ലേ? അപ്പോൾ ഡിമാൻഡ് മാത്രം ഇൻക്രീസ് ചെയ്യുന്ന, സപ്ലൈക്ക് വ്യത്യാസമില്ലാതെ ഡിമാൻഡ് മാത്രം മാറിയാൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് മാത്രം മാറുമ്പോൾ പ്രൈസ്, ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇനി സെക്കൻഡ് കേസ് എന്താണ്? 2.5 മാർക്കാണ്, കൃത്യമായിട്ട് പഠിക്കാം. ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ. സപ്ലൈ ഡിക്രീസ് ആണ്. അപ്പൊ സപ്ലൈ ഡിക്രീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നിട്ടില്ല എങ്കിലും നമ്മളത് അസ്യൂം ചെയ്തെടുക്കണം. എന്താണ്? ഡിമാൻഡിന് മാറ്റമില്ലാതെ സപ്ലൈ ഡിക്രീസ് ചെയ്യും. ഇത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി സ്റ്റാർ, ഇക്വിലിബ്രിയം പ്രൈസ് P സ്റ്റാർ. ഡയഗ്രാം കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ വരച്ച ഡയഗ്രാം നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ പോയി കണ്ടാൽ മതി. അപ്പോൾ ഇക്വിലിബ്രിയം. ഇനി സപ്ലൈ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ കർവ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? സപ്ലൈ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിച്ചേ? Q സ്റ്റാർ ഡിക്രീസ് ചെയ്യും അല്ലേ? Q സ്റ്റാർ സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? Q സ്റ്റാർ ഇത് ഇവിടെയാണ് അല്ലേ? ഡിമാൻഡിന്റെ വ്യത്യാസമാണ് വരുന്നത്. ഇവിടെ Q സ്റ്റാർ കുറയുന്നു. അതേപോലെ P സ്റ്റാർ എന്താ സംഭവിക്കുന്നത്? P സ്റ്റാർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? ഇവിടെ പുതിയ ഇക്വിലിബ്രിയം P സ്റ്റാർ ഇവിടത്തേക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അതാണ് 2 വ്യത്യാസം. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കുകയെ. ഇൻകവും കൺസംഷനും തന്നിട്ടുണ്ട്. സേവിങ് കണ്ടുപിടിക്കണം. APC കാണണം, MPC കാണണം, APS കാണണം, MPS കാണണം അല്ലേ? അപ്പോൾ ഇൻകവും കൺസംഷനും സേവിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻകം മൈനസ് കൺസംഷൻ ആണ് സേവിങ് അല്ലേ? അപ്പോൾ ആദ്യം എന്താണ്? 15,000 മൈനസ് 15,000 എന്ന് പറഞ്ഞാൽ 0 സേവിങ് ആണ് അല്ലേ? APC എന്താണ് വരിക? ഫസ്റ്റിൽ APC എന്ന് പറയുന്നത് C/Y ആണ് അല്ലേ? C/Y എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 15,000 by 15,000 എന്ന് പറയുമ്പോൾ
1 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, എം പി സി എ പി പി എസും എ പി എസും ഒന്നും നമുക്ക് ഫസ്റ്റ് ഇതിൽ കാണേണ്ട കാര്യമില്ല അല്ലേ. ഇനി എന്താണ് വരുന്നത്, 20,000 ആയിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, കൺസംഷൻ 18,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സേവിങ് എത്രയാണ്, ബാക്കി കൺസംഷന് ബാക്കി വരുന്നത് എന്താണ്, സേവിങ് ആണ്. അപ്പോൾ സേവിങ് 2,000 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എ പി സി കാണണം അല്ലേ. എ പി സി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസംഷൻ ബൈ ഇൻകം. 18,000 ബൈ 20,000 ആണ്. 18,000 ബൈ 20,000 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 0.9 ആണ് അല്ലേ. 0.9 ആണ്. ഇനി എം പി സി ആണ് കാണേണ്ടത്. എം പി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, സിയിൽ എത്രയാണ് മാറ്റം വന്നത്, സിയിൽ 15-ൽ നിന്നും 18 അപ്പോൾ എത്രയാണ്, 3,000 ആണ് ചേഞ്ച് അല്ലേ. ഇൻകം 15-ൽ നിന്നും 20 എന്ന് വെച്ചാൽ 5,000. 3,000 ബൈ 5,000 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 0.6 വരും അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, എ പി എസ് ആണ് കാണേണ്ടത്. എ പി എസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, ഇവിടെ ഇൻക്രീസ് സേവിങ് എത്രയാണ്, 2,000 ആണ് അല്ലേ. 2,000 ബൈ 20,000 എന്ന് പറഞ്ഞാൽ എത്രയാ, 0.1 ആണ് അല്ലേ, 0.1. ഇനി എം പി എസ് ആണ് കാണേണ്ടത്. എം പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈ ആണ് അല്ലേ. സേവിങ്ങിലുണ്ടായ മാറ്റം 2,000, ഇൻകത്തിലുണ്ടായ മാറ്റം 5,000. 2,000 ബൈ 5,000 എന്ന് പറഞ്ഞാൽ 0.4. അപ്പൊ ഇതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് എന്താണ്, 2020-ൽ നിന്നും 25 ആയി 5,000 ഇൻക്രീസ് ചെയ്തു. അതേസമയം കൺസംഷൻ എത്രയാണ് ഇൻക്രീസ് ചെയ്തത്, 4,000 വന്നല്ലേ. സേവിങ് 4,000 ആയി, 4,000 സേവിങ് ആയി. അതേസമയം കൺസംഷൻ എ പി സി എന്താണ്, 21 ഡിവൈഡഡ് ബൈ 25,000 ആണ് അല്ലേ. അപ്പോൾ എന്താണ് വരുന്നത്, 0.84 എന്ന് കിട്ടും അല്ലേ. പിന്നെ എന്താണ് വരിക, എം ബി സി കാണണം അല്ലേ. എം ബി സി എന്താ വരിക, 3,000 ബൈ 5,000 തന്നെയാണ് ഇവിടെ അല്ലേ. 18-ൽ നിന്നും 23 ആവുക, 21 എന്ന് പറയുമ്പോൾ 3,000 ബൈ 8,000 എന്ന് പറയുമ്പോൾ ഇവിടെയും 0.6 തന്നെയാണ് അല്ലേ. ഇനി എ പി എസ് എന്ത് വരും, എ പി എസ് എങ്ങനെയാ കാണുന്നത്, എ പി എസ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, സേവിങ്ങിൽ വന്ന മാറ്റമാണ് അല്ലേ. ഇത് എന്താണ്, 2,000 നിന്ന് 4,000 ആവുകയാണ് ചെയ്തത്. എത്രയാ മാറ്റം വന്നേ, എ പി എസ് 4,000 ആണ് അല്ലേ. 4,000 ഡിവൈഡഡ് ബൈ 25,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.16 എന്ന് വരും അല്ലേ. നെക്സ്റ്റ് 2,000 ബൈ 5,000 ആണ് എം പി എസ് വരുന്നത് അല്ലേ. 2,000 ബൈ 5,000 എന്ന് പറഞ്ഞാൽ എത്ര വരും, 0.4 വരും അല്ലേ. 0.4 തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന എത്രയാണ്, 5,000 വീണ്ടും ഇൻക്രീസ് ചെയ്തു ഇൻകത്തിൽ അല്ലേ. അതേസമയം കൺസംഷൻ എത്രയേ കൂടിയുള്ളൂ, 23.5 അല്ലേ. 23,500 ആയിട്ടാണ് കൂടിയത്. അപ്പോൾ എത്രയാണ് വരുന്നത്, ഇവിടെ സേവിങ് വരുന്നത് 6,500 ആണ് അല്ലേ. അപ്പോൾ അതേസമയം കൺസംഷൻ ഇതെന്താണ്, എ പി സി എന്താണ് വരുന്നത്, എ പി സി എന്ന് പറയുന്നത് 23,500 ഡിവൈഡഡ് ബൈ 30,000 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും, 0.78 എന്ന് കിട്ടും അല്ലേ. 0.78 എന്നാണ് കിട്ടുക. അപ്പൊ എന്താണ് വരിക, 0.78. ഇനി നെക്സ്റ്റ് നമുക്ക് എ പി സി ആണ് കാണേണ്ടത്. എ പി സി എന്ന് പറയുമ്പോൾ ആണ് 0.78. ഓക്കെ, 780. ഇനി നമുക്ക് എം പി സി കാണാം അല്ലേ. എം പി സി എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ്. ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറയുന്നത്, ഡെൽറ്റ സി എന്താണ്, കൺസംഷനിൽ ഉണ്ടായ മാറ്റം 2,500 ആണ്. അതേസമയം ഇൻകത്തിൽ 5,000 ആണ് മാറ്റം വന്നത് അല്ലേ. അപ്പോൾ 2,500 ബൈ 5,000 എന്ന് പറയുമ്പോൾ 0.5 ആയിട്ടാണ് കിട്ടുന്നത്. ഇനി സേവിങ്ങിൽ വന്ന മാറ്റം എത്രയാണ്, 6,500 ഡിവൈഡഡ് ബൈ 30,000 ആണ് അല്ലേ. അപ്പോൾ എന്താണ് വരിക, എ പി എസ് അല്ലേ. എ പി എസ് 6,500 ഡിവൈഡഡ് ബൈ 30,000 എന്ന് പറയുമ്പോൾ 0.5
Q2 എന്നുണ്ട്. അപ്പൊ എന്താ വരിക ഇവിടെ? ഇനി നമുക്ക് കാണേണ്ടത് MPS ആണ്. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ആണ്. അപ്പൊ 2500 ഡിവൈഡഡ് ബൈ 5000. അപ്പൊ എത്രയാണ് വരിക? 0.5. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? APC പ്ലസ് MPC APC പ്ലസ് APS ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതേപോലെ MPC പ്ലസ് MPS ഇസ് ഈക്വൽ ടു 1 ആയിരിക്കണം കേട്ടോ. ഇനി explain how exchange rate is fixed in flexible exchange rate system. Exchange rate systemത്തിൽ flexible exchange rate എങ്ങനെയാണ് ഫിക്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഡയഗ്രാം വരച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The rate at which currency of a country is exchanged with the currency of other country. ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുമായി എക്സ്ചേഞ്ച് കൈമാറ്റം ചെയ്യപ്പെടുന്ന അളവിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ മൂല്യം എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി ഡിറ്റർമിൻസ് ദ എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമുക്ക് അത് കൃത്യമായിട്ട് കണ്ട് പഠിക്കാം. ഇനി നമുക്ക് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്തൊക്കെയാണ് ഇൻഡിഫറൻസ് കർവിന്റെ 4 പ്രോപ്പർട്ടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിഫറൻസ് കർവ്സ് ആദ്യം എന്താണ്? സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം കോൺവെക്സ് ടു ദ ഒറിജിൻ. 2 സ്ലോപ്സ് ഡൗൺവേർഡ് ടു ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മൂന്നാമത്തേത് നെവർ ഇന്റർസെക്ട്. നാലാമത്തേത് എന്താണ്? 3 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? നാലാമത്തേത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് 3 എണ്ണം എഴുതണം. ഇനി എക്സ്പ്ലെയിൻ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഡയഗ്രാം വരച്ച് ഒപ്റ്റിമൽ ചോയ്സ് പറയാണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം വരച്ചത് ഓർമ്മയുണ്ടാവും. ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടെ വരച്ച ചിത്രം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൻ്റെ ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ. അപ്പോൾ അടുത്തത് വാട്ട് ഈസ് GDP എന്നാണ്. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ദ money value of all final goods and services produced in an economy produced in the domestic territory of an economy during an accounting year ആണ് അല്ലെ? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പരിധിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാധിഷ്ഠിത മൂല്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോമിനൽ ആൻഡ് റിയൽ GDP എന്നാണ്. നോമിനൽ GDPയും റിയൽ GDPയും എന്താണ്? നോമിനൽ GDP എന്ന് പറയുന്നത് GDP കാൽക്കുലേറ്റഡ് അറ്റ് കറന്റ് പ്രൈസസ്. കറന്റ് പ്രൈസസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP ആണ് നമ്മൾ നോമിനൽ GDP എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം എന്താണ്? ദ GDP കാൽക്കുലേറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് ഈസ് കോൾഡ് റിയൽ GDP. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ GDP എന്ന് എഴുതുന്നത് നോമിനൽ GDPയും GDP എന്ന് എഴുതുന്നത് റിയൽ GDP ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? GDP ഡിസ്ലേറ്ററും അതുപോലെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. പഠിച്ചു വെക്കണം. നമുക്കത് മിക്കവാറും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്യാൻ ദ കൺട്രി ഓഫ് എ കൺട്രി ടേക്ക് ക്യാൻ GDP ഓഫ് എ കൺട്രി ടേക്കൺ ആസ് എൻ ഇൻഡെക്സ് ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ജനങ്ങളുടെ വെൽഫെയർ ക്ഷേമത്തിന്റെ ഇൻഡിക്കേറ്ററായി യൂസ് ചെയ്യാമോ എന്നാണ്. അപ്പൊ നമ്മൾ അതിന് പറഞ്ഞിട്ട് പഠിച്ചത് എന്താണ്? GDP cannot be used as an indicator index of welfare of the people. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടത്? എന്തുകൊണ്ടാണ്? ഒന്നാമത്തേത് ഇനീക്വാളിറ്റീസ് ഇൻ GDP does not show inequalities in the income distribution. പോയിന്റ് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ ക്ലാസ് യൂട്യൂബിലിട്ട ക്ലാസ് കണ്ടിട്ട് അത് കൂടി ചേർത്ത് ഇവിടെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ GDP ഡസ് നോട്ട് കൺസിഡർ. ഒന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് ഇനീക്വാളിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, അതായത് ഹൗസ് വൈഫിനൊക്കെ കൊടുക്കുന്ന അതൊന്നും
ആര് കൺസിഡർ ചെയ്യുന്നില്ല? ജി ഡി പിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെയുള്ളത് ജി ഡി പി ആൻഡ് ഹാംഫുൾ പ്രോഡക്ട്സ് ആണ്. അതായത് മദ്യവും മയക്കുമരുന്നൊക്കെ പോലെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ചേർക്കുന്നത് കൊണ്ട് തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ ഉപയോഗം കൂടിയാലും അതിന്റെ വാല്യൂ ഒക്കെ ഏതിൽ വരും? ജി ഡി പിയിൽ വരും എന്നുള്ളതാണ്. അപ്പൊ അത് എത്രമാത്രം വെൽഫെയർ കൂട്ടുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഇനി ഒരു അടുത്ത 4ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ജി ഡി പി നെവർ കൺസിഡേഴ്സ് ദ എക്സ്റ്റേണാലിറ്റീസ് ആണ്. എക്സ്റ്റേണാലിറ്റീസും ജി ഡി പി കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അപ്പൊ ഈ 4 പോയിന്റുകൾ എഴുതുക. എന്നിട്ട് ജി ഡി പി ഡസ് നോട്ട് കൺസിഡേർഡ് ആസ് ദ അല്ലെങ്കിൽ കാനോട്ട് ബി കൺസിഡേർഡ് ആസ് ആൻ ഇൻഡെക്സ് നേടിയ 5 മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ 5 മാർക്കിനുള്ളത് പഠിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. കൺട്രോൾ ഓഫ് മണി സപ്ലൈ ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്ത്? ബാങ്ക് ഓഫ് അല്ലെ, നോട്ട് ഇഷ്യൂ, ബാങ്ക് ഓഫ് ബാങ്ക്, ഗവൺമെന്റ് ബാങ്ക് അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. കൺട്രോളർ ഓഫ് മണി സപ്ലൈ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, പബ്ലിഷർ, അത്രയും വരെയുള്ള എല്ലാ ഫങ്ഷൻസും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് കണ്ട് പഠിച്ച് കാണാതെ വെക്കുക. ഓക്കെ. ഇനി എക്സാമിൻ ദ വേരിയസ് ടൂൾസ് യൂസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ മണി ഇന്ത്യ. ഇന്ത്യയിലെ മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യാൻ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെയും ക്ലാസ് കാണാം. അപ്പൊ നന്നായിട്ട് പഠിക്കാം. ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ A+ ഗ്രാൻഡഡ് ആണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞത് എടുത്ത് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഇനിയും കാണാം. ബൈ.